പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാൾ ഒരുക്കമായ 8 നോമ്പിൻ്റെ 2-ാം ദിവസമായി ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടൊത്ത് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 52-ാം വചനം പറയുക, ദൈവമായ കർത്താവ് എളിയവരെ ഉയർത്തുന്ന ദൈവമാണ് എന്ന്. പരിശുദ്ധ മാതാവ് തൻ്റെ സ്തോത്രഗീതത്തിൽ ആലപിക്കുന്നത് ഇപ്രകാരമാണ്, ദൈവം എളിയവരെ ഉയർത്തിയെന്ന്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, എങ്ങനെയാണ് ദൈവമേ ജീവിതത്തിൽ ഉയർന്നു വരാൻ സാധിക്കുക? ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഉയർന്നു വരാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യജീവിതം പോലുമില്ല. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഒരു മനുഷ്യൻ ഉയർന്നു വരണമെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട വലിയൊരു പുണ്യത്തെക്കുറിച്ച് പരിശുദ്ധാമ്മ പറയുക, ആ വ്യക്തി എളിമയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. അവിടെ നോമ്പിന് 2-ാം ദിവസമായി ഇന്ന് എളിമയെന്ന വലിയൊരു പുണ്യം നമ്മുടെ വ്യക്തിജീവിത മേഖലയിൽ പ്രവേശിക്കാൻ, ദൈവത്തിൻ്റെ വലിയൊരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മ ഉയർന്നത്, പരിശുദ്ധാമ്മ ദൈവത്തിൻ്റെ മാതാവായി മാറിയത് ഈ എളിമയെന്ന പുണ്യത്തിലൂടെയാണ്. അതുകൊണ്ട് എളിമയെന്ന പുണ്യം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾക്ക് ഒരു പരിധിയില്ല. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വചനം അവിടെ പറയുക, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. ദൈവം ആരെയാണ് എതിർക്കുക? എളിമയില്ലാത്ത വ്യക്തികളെയാണ്. അഹങ്കാരം അത് എളിമയില്ലാത്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് പല രീതിയിൽ അഹങ്കാരം എന്ന തിന്മ നമ്മെ ബാധിക്കാറുണ്ട്. ഭൗതികമായ അഹങ്കാരം ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു വരും. എനിക്ക് ഇത്രയൊക്കെ അറിവുള്ള വ്യക്തിയല്ലേ, ഞാൻ ഇത്രയും പഠിച്ച വ്യക്തിയല്ലേ, പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലേ, ഞാൻ എൻ്റെ കുടുംബത്തിലെ സമൂഹത്തിലൊക്കെ ഇത്രമാത്രം കഴിവുള്ള വ്യക്തി, ഉയർന്ന വ്യക്തി, ഇങ്ങനെ സ്വയം ഞാൻ എന്താ ആണ് എന്നൊരു ഭാവം, ഒരു അഹങ്കാര ചിന്ത എൻ്റെയോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ അഹങ്കാരം കടന്നു വരുന്നൊരു വ്യക്തിയെക്കുറിച്ച് വചനം പറയുക, ഈ വ്യക്തിയെ എതിർക്കുന്നത് മറ്റുള്ളവരല്ല. അഹങ്കാരമുള്ള വ്യക്തിയെ ആദ്യമേ എതിർക്കുന്നത് ദൈവമായ കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് വചനം പറയുക, ദൈവം അഹങ്കാരികളെ എന്ത് ചെയ്യും? എതിർക്കും. അപ്പോൾ ദൈവത്താൽ നമ്മൾ എതിർക്കപ്പെടുന്നവരായി മാറും. ദൈവം നമ്മെ എതിർത്താൽ, ദൈവം നമുക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിത മേഖല ഉയർന്നു വരാൻ സാധിക്കുക? ഒരു പ്രിയ നോമ്പിൻ്റെ 2-ാം ദിവസമായി ഇന്ന് അഹങ്കാരം എന്ന പാപമേഖല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പാപമേഖലയോട് വിട പറയാൻ, ദൈവമേ എളിമയുള്ള ഒരു മകൻ, എളിമയുള്ള മകളായി
എളിമയുള്ളൊരു കുടുംബമായി, എളിമയുടെ സമൂഹമായി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഈ വലിയൊരു പുണ്യം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അത് വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇനി എളിമയുള്ളവർക്ക് ദൈവം എന്താണ് കൊടുക്കുക? കൃപ കൊടുക്കുമെന്ന വചനം പറയുക. കൃപയാൽ വളരണമെങ്കിൽ, കൃപയുള്ള ജീവിതമായി മാറണമെങ്കിൽ, കൃപയുടെ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആരായി മാറണം? ഈ അഹങ്കാരം വെടിഞ്ഞ് എളിമയുള്ള വ്യക്തിയായിട്ട് മാറണം. ശുശ്രൂഷ കൂടുമ്പോൾ അനേക ജീവിതങ്ങൾ ഈ അഹങ്കാരം വെടിഞ്ഞ് എളിമയോട് മാറുമ്പോൾ എളിമയുടെ ജീവിതത്തിലേക്ക് ദൈവം വളരെ വേഗം കടന്നു വരുന്നത് കാണാറുണ്ട്. 18 വർഷമായി ദേവാലയവുമായി ബന്ധമില്ലാത്ത വ്യക്തി, 18 വർഷമായി ദേവാലയവുമായി ബന്ധമില്ല, കൗമുദാശികമായ ജീവിതമില്ല, ഈ കഴിഞ്ഞ 18 വർഷമായി കുമ്പസാരത്തെ കുദാശ പോലുമില്ല. ആ വ്യക്തിയോട് കുടുംബാംഗങ്ങൾ പറയുക, ദൈവം ഒന്നും പോയി കുമ്പസാരിക്കുക, ദേവാലയവുമായി ഒരു ബന്ധമുണ്ടാകുക, ദൈവം ഔദാശികമായ ജീവിതം നീ നയിക്കുക, നിനക്കൊരു മാറ്റം വരണ്ടേ. ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടാൻ പറയുമ്പോൾ, തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കാൻ പറയുമ്പോൾ, കുദാശ ജീവിതത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ പറയുമ്പോൾ ഈ വ്യക്തി വളരെ വേഗം പൊട്ടിത്തെറിക്കും. ഇങ്ങനെയുള്ള ചില ജീവിതങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ടാകാം. ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്, ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുകയാണ്. എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല എന്നവർ ചിന്തിക്കുകയാണ്. ചെറുപ്പത്തിലൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വളർന്ന് വലുതായപ്പോൾ, ഒരു നല്ല ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ, നല്ല ആരോഗ്യ ശരീരത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ചിന്തിക്കുക ഞാൻ എന്തോ ആയി എന്നൊരു ചിന്തയാണ്. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിലുള്ള അഹങ്കാര ചിന്തയാണ്. ഈ 18 വർഷമായി കുമ്പസാരമില്ലാതെ, കൗദാശിക ജീവിതമില്ലാതെ കഴിയുന്ന ഈ വ്യക്തിയോട് വീട്ടുകാർ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും ഈ വ്യക്തിയെ എതിർത്തു. ഈ വ്യക്തിയുടെ വായിന്ന് വരുന്ന അസഭ്യമായ വാക്കുകൾക്ക് പരിധിയില്ല. അവസാന കുടുംബത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ ദൈവികമായ മേഖലയിൽ നിന്ന് അകന്നു കഴിയുന്ന ഈ വ്യക്തിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നീ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി അനുതാപത്തിന് അഭിഷേക വ്യക്തി വെളിപ്പെടുകയാണ്. ആ വ്യക്തി ശുശ്രൂഷ കൂടാൻ വേണ്ടി വരികയാണ്. 18 വർഷമായി കുമ്പസാരിക്കാത്ത വ്യക്തി അനുതാപത്തോടെ കുമ്പസാരിക്കുക. അത് കഴിഞ്ഞ് ആ വ്യക്തി എന്നെ സമീപിച്ച് പറഞ്ഞു, അച്ഛാ, ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് പരിധിയില്ല കേട്ടോ. ഈ കഴിഞ്ഞ 18 വർഷമായി സന്തോഷമില്ലായിരുന്നു. ദൈവത്താൽ എതിർക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അഹങ്കാരമുള്ള വ്യക്തിക്ക് ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ സന്തോഷിക്കാനോ ഉയർന്നു വരാൻ സാധിക്കില്ല. ആ വ്യക്തിയിലേക്ക് ആത്മീയമായ ഒരു കൃപ കടന്നു വരില്ല. അതുകൊണ്ട് എളിമയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുക, ദൈവം അഭിഷേകം കൊടുക്കുക. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാം വചനം വായിക്കുമ്പോൾ ദൂതൻ പറയുകയാണ്, അതായത് ഗബ്രിയേൽ മാലാഖ മറിയത്തിനെ അടുത്ത് വന്ന് ഇപ്രകാരം പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ നിറയപ്പെട്ടവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എളിമയുള്ള മറിയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ വന്നറിയപ്പെടുകയാണ്. നമ്മുടെ ജീവിതം എളിമപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ കൃപ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. നമ്മളൊന്ന് താഴ്ന്നു നിൽക്കുമ്പോൾ, നമ്മൾ എളിമയോട് സംസാരിക്കുമ്പോൾ, എളിമയോട് നമ്മൾ ഇടപെടുമ്പോൾ, പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൃപ വെളിപ്പെടുകയാണ്. അവിടെ കൃപ കിട്ടാൻ, ദൈവാനുഗ്രഹം വെളിപ്പെടാൻ ഏക വഴി എന്ന് പറയുക, പരിശുദ്ധാമ്മ നമ്മോട് പറഞ്ഞു തരുന്നത് മക്കളെ എളിമയോട് ജീവിക്കാന്. വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്, പരിശുദ്ധാമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ. എന്നാൽ വിശുദ്ധ ബേസിൽ എന്താ പറയുക? പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല. അമ്മയ്ക്ക് പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കും. പുത്രനോട് ആവശ്യപ്പെട്ടാൽ പുത്രനത് നിറവേറ്റി തരികയാണ്. അതുകൊണ്ട് വിശുദ്ധ ബേസിൽ വീണ്ടും പറയുന്നുണ്ട്, നാം ആഗ്രഹിക്കുന്ന എന്തും 100 ഇരട്ടിയായി ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരുവാൻ സാധിക്കുന്നവളാണ് അമ്മ. മറിയമല്ല നമ്മെ അനുഗ്രഹിക്കുക, അനുഗ്രഹം മുഴുവൻ ദൈവമാണ് നൽകുക. മറിയം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് ആ വിശുദ്ധ ബേസിൽ പറയുക, നാം ആഗ്രഹിക്കുന്നത് എന്തുമാകട്ടെ, അത് വലിയ വലിയ ദൈവികമായ കൃപകൾക്ക് വേണ്ടിയാകാം, ആത്മീയ ഉണർവിന് വേണ്ടിയാകാം,
ഭൗതികമായ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാകാം, ചില തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയാകാം, തിലത്തന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയാകാം, ജീവിതത്തിന് അനുതാപം, അഭിഷേകം അത് വെളിപ്പെടാൻ വേണ്ടിയാകാം. നാം ആഗ്രഹിക്കുന്ന എന്തും 100 ഇരട്ടിയായി ദൈവമായ കർത്താവിൽ നിന്ന് വാങ്ങിത്തരുവാൻ സാധിക്കുന്നവളാണ് അമ്മ. അങ്ങയിൽ പ്രിയമുള്ളവരെ, നോമ്പിന് 2-ാം ദിവസമായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. എന്നെ എളിമയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റണമേ. അഹങ്കാരം എന്നിലുണ്ടെങ്കിൽ, പാപചിന്ത എന്നിലുണ്ടെങ്കിൽ, പാപപ്രവൃത്തി എന്നിലുണ്ടെങ്കിൽ ഈ മേലൊരു മാറ്റം, ഒരു അനുതാപം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ എവിടെയാണ് കൃപ കണ്ടെത്തിയിരിക്കുക? ദൈവസന്നിധിയിൽ. ഇങ്ങനെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ കാരണമായിട്ട് വചനം പറയുക, ഈ മറിയം എളിമയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മുടെ ജീവിത മേഖലയിൽ നമ്മൾ താഴ്ന്നു നിൽക്കുമ്പോൾ, നമ്മൾ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മെ ദൈവം കൃപയിലേക്ക് ഉയർത്തും. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ഞാൻ എളിമയുള്ള ഒരു മകനാണോ? ഞാൻ എളിമയുള്ള ഒരു മകളാണോ? ഞാൻ എളിമയുള്ള സംസാരം നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ എളിമയുടെ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഞാൻ അഹങ്കാരത്തിൻ്റെ ഏതെങ്കിലും മേഖല എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവവചനം വീണ്ടും പറയുക, പ്രഭാഷകൻ്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വചനം പറയുക, താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്ന വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. ഇതുപോലെ താഴ്മയിൽ നിന്ന് ഉയർന്നു വരുന്ന അനേക ജീവിതങ്ങളുണ്ട്. ഉയർന്നു വരുന്ന അനേക ജീവിതങ്ങൾ സമൂഹത്തിലാകാം, കുടുംബത്തിലാകാം. അവിടെ ഉയർച്ചയുടെ പിന്നിൽ എളിമയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ടാണ് വചനം പറയുക, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വചനം പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഉയർന്നു വരാനും ഉയർത്തപ്പെടാനും ദൈവം ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനും ഏക വഴി വചനം നമ്മോട് പറയുക, എളിമ 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 എന്ന. നമ്മുടെ അമ്മ അത്രമാത്രം എളിമപ്പെട്ട അമ്മയാണ്. ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. എളിമയ്ക്ക് വിരുദ്ധമായ ചിന്തകളോ അഹങ്കാര ശൈലിയോ ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചനം ഇപ്രകാരം പറയുക, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ദൈവമായ കർത്താവാണ് ഒരു വ്യക്തി ഉയർത്തുക. അത് ദൈവമായ കർത്താവ് തക്ക സമയത്ത് ചെയ്യുമെന്ന് പറയുക. എളിമയുടെ ജീവിതങ്ങളെ കർത്താവ് ഇന്നലെ നാളെ ഉയർത്തും കേട്ടോ. അവിടെ വിശ്വസിക്കാൻ സാധിക്കണം. എളിമയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. 8 നോമ്പിൻ്റെ 2-ാം ദിനമായി ഇന്ന് തുടർന്ന് വരുന്ന ദൈവികാന ആരാധനയെ നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് അനുതാപം തരണമേ. ദൈവമേ, എനിക്ക് പാപബോധം തരണമേ. ദൈവമേ, എനിക്കൊരു മാനസാന്തരം തരണമേ. അഹങ്കാരത്തിൻ്റെ മേഖല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ അഹങ്കാരം പടിയിറങ്ങിപ്പോകാൻ എളിമയുള്ള വ്യക്തിയായി തീരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 31-ാം വചനം പറയുകയാണ്, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കാരി എന്ന് ദൈവം വിളിക്കുക. അത് കഴിഞ്ഞ് വചനം പറയുക, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവിടെ അരുളി ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എളുപ്പപ്പെടാൻ, താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ലാതെ, പ്രിയപ്പെട്ടവർ പറയുന്നത് അനുസരിക്കാൻ മനസ്സില്ലാതെ, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന ചിന്തയോടുകൂടി അഹങ്കാരത്തിൻ്റെ രീതി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ദൈവമായ കർത്താവിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ, എനിക്ക് എളിമ എന്ന പുണ്യം തരണമേ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്, പാപത്തിൻ്റെ അപകട മേഖലയിൽ എത്തുമ്പോൾ, പ്രലോഭനങ്ങളാൽ നാം ഞെരുക്കപ്പെടുമ്പോൾ, സംശയങ്ങൾ വേദനകൾ നമ്മെ വേട്ടയാടുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിക്കുക. അവൾ സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ അമ്മ സഹായത്തിനു വേണ്ടി ഓടി വരും. ഈ അമ്മ സഹായത്തിനു വേണ്ടി ഓടി വരുന്നത് ഒരു പാപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ദൈവം ഓടി വരുന്നത് പാപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധ അമ്മയും ഓടി വരുന്നത് പാപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് നോക്കാം. ഈ അമ്മ നമ്മിലേക്ക് ഓടി വരും കേട്ടോ.
അതുകൊണ്ട് ഏതെങ്കിലും പാപത്തിൻ്റെ അപകട മേഖലയിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ വളരെ പ്രത്യേകമായി എളിമപ്പെടാൻ സാധിക്കാതെ അഹങ്കാരം എന്ന് പറയുന്ന പാപസ്വാധീനം നമ്മളുണ്ടെങ്കിൽ, പ്രലോഭനങ്ങൾ നമ്മൾ ഞെരുക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മൾ തേടി പ്രാർത്ഥിക്കണം. ഈ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ എത്ര കഠിനമായ പാപം ചെയ്യുന്ന വ്യക്തിയാകട്ടെ, ആ വ്യക്തിയിലേക്ക് എളിമ കടന്നു വരികയും ആ വ്യക്തി മാനസാന്തരപ്പെടുകയും ആ വ്യക്തിയുടെ അനുഗ്രഹമായി മാറുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ദൈവത്തിൽ നിന്ന് വളരെ അകന്നു കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു. ദൈവത്തെ വേണ്ട എന്ന് കരുതിയ കുടുംബം. സാമ്പത്തികമായി ഉയർച്ചയുള്ളത് കൊണ്ട് ഈ സമ്പത്തെല്ലാം പരിഹരിച്ചു തരുമെന്ന് ചിന്തിച്ചവരാ. ഇന്ന് പ്രിയമുള്ളവരെ നോക്കി നിൽക്കുമ്പോൾ സമ്പത്ത് ക്ഷയിച്ചു പോകുകയാണ്. ഉണ്ടായിരുന്നെല്ലാം കൈവിട്ടു പോയി. ആ സമയമാണ് ഓർത്തത്, ദൈവമേ, സമ്പത്തിൻ്റെ ആ ഉയർച്ചയിൽ എളിമയോടെ അങ്ങയെ സമീപിച്ചിരുന്നെങ്കിൽ ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം വരുമ്പോൾ ദൈവം പടിയിറങ്ങി പോകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിന് ഏത് മേഖലയിലും ദൈവരൂപത്തെ ഉയർത്തുന്നത് എളിമപ്പെടുമ്പോഴാണ്. 13 വർഷമായി ഒരു ഭവനം നിർമ്മിക്കാൻ തടസ്സമുള്ള ഒരു കുടുംബം ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമേ നിൽക്കുക. ദൈവമേ, ഞങ്ങൾ ശുശ്രൂഷ കൂടുക, ഞങ്ങൾ നീ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കുന്നത് ഈ 13 വർഷമായ ഭവന നിർമ്മാണ തടസ്സം മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു: ഈ 13 വർഷമായ തടസ്സം മാറാൻ വേണ്ടി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയുടെ ജപമാല ജോലി പ്രാർത്ഥിക്കണം. അത് എത്ര ദിവസം ചെല്ലാനാണ് പറയുക. ഈ ശുശ്രൂഷ കഴിഞ്ഞാലും നിരന്തരമായൊരു പ്രാർത്ഥന ഉണ്ടാകണം. ആ കുടുംബത്തോട് ദൈവം ആവശ്യപ്പെട്ടത് 60 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ്. നമ്മൾ പലപ്പോഴും ബലി പങ്കുചേരും. ആ സമയം നമ്മുടെ ആവശ്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഒരു ശുശ്രൂഷ കൂടുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ബലിയർപ്പണം കഴിഞ്ഞ്, ആ ജപമാല കഴിഞ്ഞ്, ആ ശുശ്രൂഷ കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാറേയില്ല. പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായി നമ്മൾ നടക്കുക. നമുക്ക് പിന്നെ ദൈവത്തെ ഓർക്കാനോ പ്രാർത്ഥിക്കാനോ സമയമില്ല. പക്ഷേ ഈ കുടുംബത്തോട് ദൈവം പറയുക, നീ വീണ്ടും പ്രാർത്ഥിക്കണം, ശുശ്രൂഷ കഴിഞ്ഞും പ്രാർത്ഥിക്കണം. തുടർച്ചയായ പ്രാർത്ഥന കൊണ്ട് വലിയൊരു അഭിഷേകം ദൈവം തരും. ഈ 60 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നൽകിയ സന്ദേശതായിരുന്നു, 6 മാസം കൊണ്ട് ഈ ഭവന നിർമ്മാണം മേലെ തടസ്സത്തെ കർത്താവ് എടുത്ത് മാറ്റും. ഈ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി ജപമാലയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 13 വർഷമായി ഭവന നിർമ്മാണം മേലെ തടസ്സമുള്ള കുടുംബത്തിന് ആ ശുശ്രൂഷ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഭവന നിർമ്മാണ മേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കുക. ഈ ദൈവം ജീവനുള്ള ദൈവമാണ് കേട്ടോ. ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹമായി കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ എളിമയുള്ള ഒരു ജീവിതമായി മാറണം, എളിമയുള്ള സമൂഹമായി മാറണം, എളിമയുള്ള കുടുംബമായി മാറണം. എളിമപ്പെടാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന അഹങ്കാര മേഖലയിലേക്ക്, പാപ മേഖലയിലേക്ക് എൻ്റെ കർത്താവേ ഒന്ന് കടന്നു വരണമേ. ഈ നോമ്പിന് 2-ാം ദിവസമായി എനിക്ക് അനുതാപം തരണമേ എന്ന് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പ്രത്യേകമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മറിയം മനുഷ്യവംശത്തിലെ ഏറ്റവും വാത്സല്യമുള്ള അമ്മയാണ്. അവൾ പാപികളുടെ അഭയകേന്ദ്രമാണ്. നമ്മുടെ അമ്മ പാപികളെ അഭയകേന്ദ്രമാണ്. അവരുടെ ജീവിതത്തിൽ പാപത്തിന് ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ഈ മേഖല വെച്ചുകൊണ്ട് നടക്കാതെ ഈ മേഖലയോട് അനുദിപ്പിക്കാൻ, ഈ മേഖല തമ്പുരാനും ഏറ്റുപറയാൻ, ഈ പാപമേഖലയോട് വിട പറയാൻ, അമ്മേ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സുഭാഷിതങ്ങൾ 29-ാം അധ്യായം 23-ാം വചനം പറയുന്നു, അഹങ്കാരി നിലം പതിക്കും. അഹങ്കാരി നിലം പതിക്കും. ഇത് ദൈവത്തിൻ്റെ തിരുവചനമാകും പ്രിയമുള്ളവരെ. അപ്പം നിലം പതിച്ചു പോയ ചില കാലഘട്ടങ്ങൾ, നിലം പതിച്ചു പോയ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിലം പതിച്ച ജീവിതമാണെങ്കിൽ ആ താഴ്ന്നു പോയ ജീവിതത്തിൻ്റെ പിന്നിൽ അഹങ്കാരത്തിന് സ്വാധീനമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അഹങ്കാരിക്ക് ഒരിക്കലും ഉയർന്നു വരാൻ സാധിക്കില്ല. ആ വ്യക്തിയെക്കുറിച്ചാണ് വചനം പറയുക, ആ വ്യക്തി നിലം പതിക്കുമെന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വചനം പറയുക, അഹങ്കാരം കൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടായി? അഹങ്കാരം കൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടായി?
ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ അഹങ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അഹങ്കാരം കൊണ്ട് അനവധിയായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് എളിമപ്പെടുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തിജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുമായി കടന്നു വരും. വന്ദനമാണ് നമ്മൾ പറയുക, ഈ അഹങ്കാരം നമ്മെ നിലം പതിപ്പിക്കുമെന്ന്, ഈ അഹങ്കാരം കൊണ്ട് നേട്ടമുണ്ടാകില്ല എന്ന്. അങ്ങയിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ എളിമപ്പെടാതെ അഹങ്കാരത്തിൻ്റെ ചിന്തയോ സംസാര രീതിയോ ശൈലിയോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതൊരു മേഖലയിൽ നമ്മെ ഉയർത്തിക്കൊണ്ട് വരില്ല. നമ്മുടെ ജീവിതം പരാജയ മേഖലയിൽ നിന്ന് വീണ്ടും വീണ്ടും പരാജയമായി കൊണ്ടിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളും ഒന്ന് എളിമപ്പെട്ടാലോ, ഈ ചെറിയ ജീവിതങ്ങളെ കർത്താവ് വലിയ അനുഗ്രഹമായി ഉയർത്തും. ഒരിക്കലൊരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ 15 വർഷത്തോളമായ ജോലി മേലെ തടസ്സമാണ്. അത് വിദേശത്ത് പോകാനുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി ശ്രമിക്കാത്തതുകൊണ്ടല്ല കേട്ടോ, ആ വ്യക്തി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി വിദേശത്തേക്ക് ആ വ്യക്തിക്ക് ജോലിയുമായി പോകാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി ആദ്യം ഓർത്തു, ഇത്രയും പഠനം കഴിവുള്ള വ്യക്തിയല്ലേ, എനിക്ക് മാനുഷികമായ രീതിയിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ 15 വർഷമായി ഇപ്പോൾ തിരിച്ചറിഞ്ഞു, ദൈവം എനിക്കൊന്ന് വിദേശ ജോലിക്ക് ലഭിക്കണമെങ്കിൽ, എനിക്കൊന്ന് വിദേശത്ത് പോകണമെങ്കിൽ ഞാൻ സ്വയം ഒന്ന് എളുപ്പപ്പെടണം. അങ്ങനെ ദൈവമായ കർത്താവിൻ്റെ സഹായം തേടി വരിക. അങ്ങനെ ദൈവത്തിൻ്റെ സഹായം തേടി വരണമെങ്കിൽ, ഒന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, ഇടവ് ദേവാലയത്തിൽ പോയി ഒന്ന് മുട്ടുമേ നിൽക്കണമെങ്കിൽ, ഒരു ബലിയിൽ പങ്കുചേരണമെങ്കിൽ, ഒന്ന് ജപമാല എടുത്ത് നന്മ തറഞ്ഞം പറയുമെന്ന് പ്രാർത്ഥന ചെല്ലണമെങ്കിൽ, അതിന് വൈദികനായ എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ എളിമയുണ്ടാകണം. എളിമയില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കില്ല കേട്ടോ. ഒന്ന് എളിമപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. എളിമപ്പെടുമ്പോൾ ദൈവത്തിനെ ആശ്രയിക്കാൻ സാധിക്കും. എളിമപ്പെടുമ്പോൾ നമ്മുടെ നിസ്സാരത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമേ, ഞാൻ ഒന്നുമല്ലല്ലോ, നീയാണല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസ്വവും. ഇത് തിരിച്ചറിയുന്നത് ഒരു വ്യക്തി ഒന്ന് എളിമപ്പെട്ട് കഴിയുമ്പോൾ ഉടനെ എളിമയുടെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വചനം പറയുന്നു, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. അഹങ്കാരം ഒരു വ്യക്തിയിൽ ആരംഭിക്കുമ്പോൾ എത്ര പേര് തിരിച്ചറിയുന്നു, അഹങ്കരിക്കുന്ന ഞാൻ നിങ്ങൾ ദൈവമായ കർത്താവിൽ നിന്ന് അകന്നു പോകുകയാണ് എന്ന്. ഈ അഹങ്കാരം ഒരു വ്യക്തിയെപ്പോലും ദൈവമായ കർത്താവിലേക്ക് അടുപ്പിക്കത്തില്ല. ദൈവമായ കർത്താവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുള്ളൂ. അപ്പോൾ ഒരു കുടുംബത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിന് അഹങ്കാരമുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ, ആ വ്യക്തിയും കുടുംബവും സമൂഹവും തിരിച്ചറിയണം, ഈ അഹങ്കാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ എനിക്ക് ദൈവവുമായി അടുത്തു പോകാൻ സാധിക്കില്ല. അകന്നുപോയ ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വരുന്നത് നമ്മൾ എളിമപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. തുടർന്ന് വരുന്ന ദിവ്യകാരണ ആരാധനയിൽ തിരുവസ്തുരുവിനായി ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ബലിയേറിയ തിരിച്ചോരയാൽ എൻ്റെ ജീവിതത്തിൽ അനേകം വർഷങ്ങളായി കിടക്കുന്ന അഹങ്കാര ചിന്തകൾ, അഹങ്കാരത്തിനായ സംസാരങ്ങൾ, അഹങ്കാരത്തിനായ ചില പ്രവൃത്തികൾ, അഹങ്കാരത്തിനായ ചില ശൈലികൾ കർത്താവെ ഒന്നെടുത്തു മാറ്റണമേ. എന്നെ തിരിച്ചോരയെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഈ നോമ്പിന് 2-ാം ദിവസമായി ഇന്ന് അനുതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, പശ്ചാത്താപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെയോ ഈ നോമ്പ് വലിയൊരു അനുഗ്രഹം ദൈവം തരാൻ വേണ്ടി, ഈ 8 നോമ്പ് വലിയൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നല്ലൊരു കുമ്പസാരത്തിനു വേണ്ടി നമ്മൾ അണയണം. ഇവിടുന്ന് കുമ്പസാരത്തിന് ഒരുങ്ങുന്ന ഒരു ദിവസം കൂടിയായിട്ട് നമുക്ക് എടുക്കാം. നന്നായി ഒന്ന് കുമ്പസാരിക്കുമ്പോൾ, പാപത്തെ ഒന്ന് ആകമാനം ഏറ്റുപറയുമ്പോൾ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം, വിടുതൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്. ദൈവം ഒരു വ്യക്തി ഉയർത്തുന്നത് പാപം പിടിയുമ്പോൾ, പാപം മാറുമ്പോൾ ദൈവം ഉയർത്തുകയാണ്. ദൈവം ഉയർത്തുന്ന വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 29-ാം വചനം പറയുന്നു, എന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. ദൈവം രക്ഷിക്കുന്നത് ആരെയാണ്? എളിയവനെയാണ്. എളിയ വ്യക്തിയെ കർത്താവ് ഉയർത്തും. എളിയ കുടുംബത്തെ കർത്താവ് ഉയർത്തും. എളിയ സമൂഹത്തെ കർത്താവ് ഉയർത്തും. ലോകദൃഷ്ടിയിൽ ഞാൻ എന്തോ ആണോ എന്ന് ധരിക്കാതെ നമ്മൾക്കിന്ന് സ്വയം എളിമപ്പെടുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും കേട്ടോ. ഈശോയെ എന്നെ രക്ഷിക്കണമേ, തിരിച്ചോനെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
പുണ്യഗ്രഹത്തിലോരായിരം നാം വാഴ്വതേക്കാളെത്ര മോഹനം. എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിനമായി ഇന്ന് ഈ ദൈവകാരുണ്യ ആരാധനയിൽ തിരുവോസ്തുരുവിനായി ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അനുതാപം തരണമേ എന്ന പ്രാർത്ഥന. ഓരോ നോമ്പും ഓരോ ഉപവാസവും നമ്മെ അനുതാപത്തിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വലിയൊരു അവസരം തിരുസഭ നൽകുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഞാനും നിങ്ങളും ഈ നോമ്പ് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുക, സമ്മാനം എന്ന് പറയുക, അത് നമ്മുടെ വിശുദ്ധമായ ജീവിതം തന്നെ. നമ്മുടെ വിശുദ്ധമായ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ ഒരു സമ്മാനമായി നമുക്ക് നൽകണമെങ്കിൽ ചിന്ത വഴിയോ സംസാരം വഴിയോ പ്രവൃത്തി വഴിയോ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ ഓരോ പാപ മേഖലയിലേക്കും ഈശോയെ അങ്ങനെ വിലയേറിയ തിരക്തം ഒഴുക്കണമേ, തിരിച്ചോരിയാൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അനുതാപമില്ല എങ്കിൽ ഈ ശുശ്രൂഷയിലൂടെ ദൈവമേ ഈ സമയ വ്യക്തിയിലേക്ക് അനുതാപത്തിൻ്റെ അഭിഷേകവുമായി അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. നമ്മുടെ ഈശോ കുരിശ് ചുമന്നത്, നമ്മുടെ ഈശോ കുരിശ് മരിച്ചത് നമ്മുടെ ഓരോ വ്യക്തിയുടെ പാപത്തിനും പരിഹാരമായിട്ടാണ് നമുക്കറിയാം. ഓ ദൈവമേ, അങ്ങനെ വിലയേറിയ തിരിച്ചോരിയാലെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഈശോ നമ്മിലേക്ക് വരുന്ന സമയം, തിരുത്തുന്ന കഴുകണമേ എന്ന് പാടി പ്രാർത്ഥിക്കുന്ന സമയം. യേശുവേ 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 എന്ന് സ്തുതിച്ചുകൊണ്ട് നല്ല ഈശോയെ ഒന്നുചേർന്ന് നമുക്ക് ആരാധിക്കാം. നല്ല ഈശോയെ ഒന്നുചേർന്ന് ആരാധിക്കാം. തിരുവോസ്തിലേക്ക് നോക്കിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാ ദൈവമക്കളും യേശുവേ 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 എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, വലിയ അനുതാപം വെളിപ്പെടുന്ന സമയം, വലിയ അഭിഷേകം വെളിപ്പെടുന്ന സമയം, ഭാവബോധവും പശ്ചാത്താപം വെളിപ്പെടുന്ന സമയം. ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ബല 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 ബല. ഈശോയെ ആരാധിക്കുക, ഈശോയെ സ്തുതിക്കുക, ഈശോയെ മഹത്വപ്പെടുത്തുക. ബല 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 ബല. കരപടിച്ച് 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 ദൈവത്തിൻ്റെ റൂഹായി എന്നെ ശുദ്ധീകരിക്കണം. ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ സമയ ശുശ്രൂഷയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും കരഘോഷത്തോടെ ഈശോയെ ആരാധിക്കുകയും തിരുവോസ്തുരുവിനായി ഈശോ വരുന്ന സമയം, പാപബന്ധനങ്ങളിലേക്ക് ഈശോ വരുന്ന സമയം, അനേകം തിരുമയുടെ സ്വാധീനങ്ങളിലേക്ക് ഈശോ വരുന്ന സമയം, അനുതാപം ഈശോ തരുന്ന സമയം. ഈശോയെ എന്നെ ഒരു അനുഗ്രഹമായി മാറ്റമേ എന്ന് ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ റൂഹായെ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായെ എന്നെ ശുദ്ധീകരിക്കണമേ. ചെറുതുപാടാം. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. രക്തത്താൽ കഴുകണമേ.
തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. കരമുയർത്തിടിച്ച് തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ആമേൻ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ഇനി കരമുയർത്തി വിളിക്കുന്നു യേശുവേ. യേശുവേ, 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 യേശുവേ. കരമടിച്ച് 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 ഇരുവശങ്ങളിലേക്ക് നനയിക്കൊണ്ട് സാധിക്കുന്നവരെല്ലാം കരഘോഷത്തോടെ തിരുവസുരുവിനായി ഈശോയെ നോക്കിക്കൊണ്ട് നല്ല ഈശോയെ, തിരുവസുരുവിനായി ഈശോയെ, പാപികളും ബലഹീനരുമായ നിങ്ങളൊന്ന് ചേർന്നങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സമയം ഈശോയെ വരണമേ എന്ന് ആഗ്രഹിച്ചു, ഈശോയെ സ്പർശിക്കണമേ എന്ന് ആഗ്രഹിച്ചു. ചേർന്ന് പാടാം. സകല പാപത്തിന്മകളും എന്നിൽ നിന്നകറ്റണമേ. അകറ്റണമേ. എന്നിലുള്ള പാപത്തെ തകർത്തെറിയണമേ. ചേർന്ന് പാടാം. സകല പാപത്തിന്മകളും എന്നിൽ നിന്നകറ്റണമേ. കണ്ണുനീരോട് എന്നിലുള്ള പാപത്തെ തകർത്തെറിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം എന്നിൽ നിറയണമേ. സകല ദൈവദൂതരെ ആമേൻ. എന്റെ മേലിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തോടെ എന്നിൽ നിറയണമേ. ആമേൻ. സകല ദൈവദൂതരെ എന്റെ മേലിറങ്ങണമേ. കരമുയർത്തിടിച്ച് തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ആമേൻ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. സ്വരമുയർത്തി. രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. യേശുവേ, അലറബി. യേശുവേ, 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 യേശുവേ. കരമടിച്ച് 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 ഒന്നേർന്ന് ഈശോയെ ആരാധിക്കുന്ന സമയം ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അനുതാപം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പാപബോധം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ചെയ്തുപോയ പാപത്തെ ഓർത്ത് അനുതാപം ലഭിക്കുന്നില്ല എങ്കിൽ, പാപബോധം ലഭിക്കുന്നില്ല എങ്കിൽ, തിരുവസുരുവിനായ ഈശോയെ ഈ സമയം ഞങ്ങളെ സ്പർശിക്കണമേ, അനുതാപം തരണമേ, പാപബോധം തരണമേ എന്ന് ചേർത്ത് പാടാം, ചേർത്ത് പാടാം. പാപബോധം നൽകണമേ, നൽകണമേ, അനുതാപ കണ്ണീർ നൽകണമേ, നൽകണമേ. പാപം വെറുത്തുപേക്ഷിക്കുവാൻ ആമേൻ. ആത്മാവേ എന്നിൽ നിറയണമേ. ചേർത്ത് പാടാം. പാപബോധം നൽകണമേ, നൽകണമേ, അനുതാപ കണ്ണീർ നൽകണമേ, പാപം വെറുത്തുപേക്ഷിക്കുവാൻ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. അഗ്നിയായി നിറയണമേ. ചേർത്ത് പാടാം. പരിശുദ്ധാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
കരുണയായി നിറയണമേ. അമേ പരിശുദ്ധാത്മാവേ അമേ എന്നെ ശുദ്ധീകരിക്കണമേ. കരുണയത്തിരി തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. 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 കണ്ണുനീരോട് വിളിക്കുന്നു യേശുവേ 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 യേശുവേ. കരങ്ങളടിച്ച് എല്ലാ തിരുമയും തിരുമയുടെ സ്വാധീനങ്ങൾ, പൈശാചികമായ ബന്ധനങ്ങൾ, ദുശീലങ്ങൾ, തഴക്ക ദോഷങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദ ആഭിചാര ബന്ധനങ്ങൾ, ഓ ദൈവമേ, ഒരു വ്യക്തിയിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ഒരു സമൂഹത്തിൽ നിന്നും പടിയിറങ്ങി പോകാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം തിരിച്ചോനെ കഴുകണമേ. ഒരു വ്യക്തിയും കഴുകണമേ, ഒരു കുടുംബത്തെയും കഴുകണമേ, ഒരു സമൂഹത്തെയും ദേശത്തെയും കഴുകണമേ. ചെറുതുപാടാ ചെറുതുപാടാ. ക്ഷുദ്രവും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും സാത്താന്റെ ബന്ധന പീഡകളും എന്നിൽ നിന്നും ദൂരെ അകറ്റണമേ. യേശുനാമത്തിൽ ക്ഷുദ്രവും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും സാത്താന്റെ ബന്ധന പീഡകളും എന്നിൽ നിന്നും ദൂരെ അകറ്റണമേ. യേശുദാത്മാവേ പരിശുദ്ധാത്മാവേ ചെറുതുപാടാ നിറങ്ങണമേ. യേശുനാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അമേ ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. യേശുദാത്മാവേ പരിശുദ്ധാത്മാവേ അമേ നിറങ്ങണമേ. യേശുനാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. കരവയ്യത്തിരിക്കാമോ? തിരുരക്തത്താൽ കഴുകണമേ. അമേ യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. 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 തിരുരക്തത്താൽ കഴുകണമേ. ചെറുതുപാടാ യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. അമേ യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. കരവേന്തി സ്തുതിക്കുന്നു യേശുവേ 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 യേശുവേ. ഇരുകരങ്ങളും ഹൃദയത്തോട് കുരിശാകൃതിയെ ചേർത്ത് പിടിക്കാം. തിരുവസ്തുരുവനായ യേശോയെ, അങ്ങയുടെ വിലയേറിയ തിരിച്ചോരയാൽ ഞങ്ങളെ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ 2-ാം ദിവസമായി ഇന്ന് നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാമ്മയിലുണ്ടായിരുന്ന എളിമയെക്കുറിച്ച്. പരിശുദ്ധാമ്മയെ എത്രമാത്രം ദൈവം ഉയർത്താൻ കാരണം പരിശുദ്ധാമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ ആലപിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാം വചനം പറയുക, എളിയവരെ ഉയർത്തി എന്നാണ്. നമ്മുടെ ദൈവം താഴ്ന്നു നിൽക്കുന്ന വ്യക്തികളെ, എളിമപ്പെടുന്ന വ്യക്തിയെ ഉയർത്തുന്ന ദൈവമാണ്. പരിശുദ്ധമ്മയെ ദൈവം ഇത്രമാത്രം ഉയർത്താൻ കാരണം പരിശുദ്ധമ്മ എളിമയെന്ന് പുണ്യമുള്ള വ്യക്തിയായിരുന്നു. ഈ നോമ്പിൻ്റെ 2-ാം ദിനമായി ഇന്ന് എളിമയെന്ന് പുണ്യം തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എളിമപ്പെടാൻ സാധിക്കാതെ പോകാൻ കാരണം
നമ്മിൽ കുടികൊള്ളുന്ന അഹങ്കാര ചിന്തകൾ, അഹങ്കാരത്തിൻ്റെ സംസാര രീതികൾ, അഹങ്കാരത്തിൻ്റെ പ്രവർത്തന ശൈലികൾ എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്കെല്ലാം അറിയാം എന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ? അറിയണം കേട്ടോ. ഇതിന് പിന്നിൽ അഹങ്കാരം എന്ന് പറയുന്ന പാപസ്വാധീനമുണ്ട്. നമ്മുടെ വ്യക്തിജീവിതത്തിൽ ആത്മീയമായി ഉയർന്നു വരാൻ, ദൈവം സ്പർശിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നമ്മിൽ തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ പാപമേഖലയാണ് അഹങ്കാരം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാം വചനം പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അഹങ്കാരികളെ എതിർക്കുന്ന ദൈവമാണ്. അഹങ്കാരമുള്ളൊരു വ്യക്തിയെ ദൈവം എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും ഉയർന്നു വരാൻ സാധിക്കില്ല. ഒരു മനുഷ്യനല്ല ആ വ്യക്തിയെ എതിർക്കുക. സർവശക്തനായ ജീവനുള്ള ദൈവമാണ് ആ വ്യക്തിയെ എതിർക്കുക. ദൈവം നമ്മെ എതിർത്താൽ, ദൈവം നമ്മെ തടഞ്ഞു നിർത്തിയാൽ പിന്നെ ജീവിതത്തിൽ ഒരു മേഖല ഉയർച്ചയോ ഒരു അഭിഷേകമോ നമുക്കുണ്ടാകില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, ദൈവം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുക? ദൈവം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീർന്നു പോകുക? എന്തുകൊണ്ട് അനേകം വർഷമായി എനിക്ക് ആത്മീയമായി ഉയരാൻ സാധിക്കാതെ പോവുക? എന്തുകൊണ്ട് അനേക വർഷമായി എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലാതെ പോവുക? ദൈവം ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു പരാജയമായി മാറാൻ എന്താ കാരണം? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവം നമ്മെ എതിർക്കുന്നു. ദൈവം നമ്മെ എതിർക്കാൻ കാരണം അഹങ്കാരം എന്ന ഒരു പാപം നമ്മുടെ ജീവിത മേഖല ഉള്ളതുകൊണ്ട്. അങ്ങയിൽ പ്രിയമുള്ളവരെ, കണ്ണുകൾ തുറന്ന തിരുവസ്തുവിനായ ഈശോയെ നമുക്ക് നോക്കാം. അഹങ്കാരത്തിന് ചിന്തയുണ്ടെങ്കിൽ, അഹങ്കാരത്തിന് സംസാര രീതിയുണ്ടെങ്കിൽ, അഹങ്കാരത്തിന് പ്രവർത്തന രീതിയുണ്ടെങ്കിൽ, തിരിച്ചോനിയാൽ എന്നെ കഴുകണമേ, തിരുത്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ചേർത്ത് പാടാം. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഈശോയെ നോക്കി ചേർത്ത് പാടാം. ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ, ഓ ദൈവമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ദൈവം നമ്മെ ഉയർത്താൻ തടസ്സം നൽകുന്ന മറ്റെല്ലാ പാപമേഖലയിലേക്കും ഈശോയെ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ നോമ്പിന് 2-ാം ദിനമായി ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഈ സമയം തിരുവസ്തുവിനായി ഈശോയെ നോക്കിക്കൊണ്ട് ഉറച്ച തീരുമാനമെടുക്കുക. ഈശോയെ, ഞാൻ ഈ പാപത്തെ ഉപേക്ഷിക്കും കേട്ടോ. ഈശോയെ, ഞാൻ ചെയ്തു പോയി പാപം ഞാൻ ഏറ്റുപറയും കേട്ടോ. ഈശോയെ, ഞാൻ ചെയ്തു പോയി പാപം ഞാൻ വെറുത്ത് ഉപേക്ഷിക്കും കേട്ടോ. ഈ ദിവസമോ അടുത്ത ദിവസമോ നല്ല ദൈവമേ, കണ്ണുനീരോട് ഞാൻ കുമ്പസാരിക്കും കേട്ടോ. കുറച്ച് തീരുമാനമെടുത്തുകൊണ്ട് ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും വന്നുപോയ മറ്റെല്ലാ പാപമേഖലയിലേക്കും ഈശോ വരാൻ വേണ്ടി, ദൈവം തിരിച്ചോരയെ കഴുകാൻ വേണ്ടി, ദൈവം നമ്മെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ചേർന്ന് പാടുകയാണ്. തിരുരക്തത്താൽ കഴുകണമേ ഈശോയെ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വചനം വായിക്കുമ്പോൾ ദൈവദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതേ, നമ്മുടെ പരിശുദ്ധാമ്മ ദൈവകൃപ നിറയപ്പെട്ടവളാണ്. എങ്ങനെയാണ് പരിശുദ്ധാമ്മ ദൈവകൃപ നിറയപ്പെട്ട വ്യക്തിയായി മാറിയത്? യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വചനം നമ്മൾ വായിച്ചു കേട്ടതാണ്. എളിമയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. പരിശുദ്ധാമ്മ എളിമയുള്ള വ്യക്തിയായതുകൊണ്ട്, അഹങ്കാരമില്ലാത്ത വ്യക്തിയായതുകൊണ്ട്, നിർമ്മലമായ വ്യക്തിയായതുകൊണ്ട്, വിശുദ്ധിയുടെ ജീവിതമായതുകൊണ്ട് പരിശുദ്ധമ്മയിലേക്ക് ദൈവം കൃപ കൊടുക്കുകയാണ്.
ഈ നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മീയമായി വളരാൻ വേണ്ടിയാണ്. ദൈവകൃപ വെളിപ്പെടാൻ വേണ്ടിയാണ്. ദൈവകൃപ വെളിപ്പെടാൻ തടസ്സം നിൽക്കുന്ന അഹങ്കാര പാപ മേഖലയിലേക്ക്, മറ്റെല്ലാ പാപ മേഖലയിലേക്ക് ഈശോയെ ഒരിക്കൽ കൂടി വരണമേ എന്ന് ആഗ്രഹിക്കുക. അതിനുവേണ്ടി ചേർത്ത് പാടുകയാണ്. അനുതാപത്തിൻ്റെ കണ്ണുനീരോട് ചേർത്ത് പാടുകയാണ്. തിരുത്താൽ എന്നെ കഴുകണമേ ഈശോയെ, ഞാൻ പാപിയാണ്. തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. സാധിക്കുന്നവര് ഇരുകരങ്ങൾ തിരുവോസ്വരൂപനായി ഈശോയോട് നേരെ നീട്ടിപ്പിടിച്ച് ഈശോയെ തിരുത്താൽ എന്നെ കഴുകണമേ ചേർത്ത് പാടുകയാണ്. തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഇനി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ജീവിതത്തിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. ഈ നോമ്പിലൂടെ കർത്താവ് നമ്മെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി വചനം എന്താ പറയുക? യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വചനം പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവേൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും കേട്ടോ. ഈ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഈ ദൈവം പരാജയപ്പെടുത്തുന്ന ദൈവമല്ലേ. ഈ ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ ഒന്ന് ആത്മീയ മേഖലയാകാം, ശുശ്രൂഷക മേഖലയാകാം, നമ്മുടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതമാകാം, നമ്മുടെ വൈദിക സമർപ്പിത വിളിയാകാം, നമ്മുടെ തൊഴിൽ സാമ്പത്തിക മേഖല പഠന മേഖലയാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലയിലും ഈ ദൈവം നമ്മെ ഉയർത്തും. ഈ ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ ദൈവവചനം ഒരു കാര്യം മാത്രമാണ് നമ്മോട് ആവശ്യപ്പെടുക: മകനെ മകളെ നീ എളിമപ്പെടുക, നീ ഒന്ന് താഴ്ന്നു നിൽക്കുക. ഏതെങ്കിലും വ്യക്തിയുടെ മുമ്പിൽ അഹങ്കാര ചിന്തയോടെ പെരുമാറുന്ന വ്യക്തിയാണ്. എന്നേക്കാൾ മുതിർന്നവരെ ഞാൻ ബഹുമാനിക്കാറുണ്ട്. ദൈവത്തെ ഞാൻ ധിക്കരിക്കുന്ന വ്യക്തിയാണ്. അഹങ്കാര ചിന്തയോട് ദൈവത്തെ ഞാൻ അവഗണിക്കുന്ന വ്യക്തിയാണ്. എനിക്കെല്ലാം അറിയാമെന്നെ ആരും പഠിപ്പിക്കേണ്ട എന്ന ചിന്തയുണ്ട്. ഇതിലേക്കെല്ലാം ഈശോ വരാൻ വേണ്ടി ആഗ്രഹിച്ച് ഈശോയെ തിരുത്താൽ എന്നെ കഴുകണമേ ചേർത്ത് പാടാം. തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. എല്ലാ ഭാവവും ആ മേഖലയും തിരുവോസ്വരൂപനായി ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിച്ച് ഒരിക്കൽ കൂടി ഉള്ളിനുള്ളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി
സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന ദൈവമേ യേശുവേ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.